Hi children, welcome to science class. Last class you have studied static friction, sliding friction and lubricants. Today you are going to study rolling friction and fluid friction. Okay. Look at the picture. Rolling reduces friction. Okay. You must have seen attaches and other pieces of luggage fitted with rollers. Even a child can pull such pieces of luggage. That means figure 12-14. Why is it so? Let us find out. From ഒരു കുട്ടി luggage കൊണ്ടുപോകുന്ന picture ആണ് ഉള്ളത്. ഈ ബാഗിൽ എന്താണ് വീല് ഫിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് അതിനെ പുൾ ചെയ്യാൻ പറ്റും. ഓക്കെ. When one body rolls over the surface of another body, the resistance to its motion is called rolling friction. What is rolling friction? When one body rolls over the surface of another body. ഒരു ബോഡി വേറൊരു ബോഡീനെ മുകളിൽ ബോഡി സർഫസിൽ റോൾ ചെയ്യാണ്. ആ റോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് മോഷൻ? The resistance to its motion is called rolling friction. അപ്പൊ ഒരു ബോഡി വേറൊരു ബോഡീന്റെ മുകളിൽ റോൾ ചെയ്യാണ്. അത് അതിന്റെ മോഷന് റെസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ഫ്രിക്ഷൻ പറയുന്ന പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് റെഡ്യൂസസ് ഫ്രിക്ഷൻ. റോൾ ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ റെഡ്യൂസ് ആവണം. അതായത് ഈ ബാഗിന്റെ സർഫസും ഈ ഫ്ലോറിന്റെ സർഫസും തമ്മിലുള്ള കോണ്ടാക്ട് ഇല്ല, കോണ്ടാക്ട് കുറയും. അതാണ് റോളിംഗ് റെഡ്യൂസസ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഈസിയർ ടു റോൾ ദാൻ ടു സ്ലൈഡ് എ ബോഡി ഓവർ അനദർ. ഒരു ഇത് വലിച്ചു കൊണ്ടുപോകുക, സ്ലൈഡ് ചെയ്ത് നിരക്കി കൊണ്ടുപോകുന്നതിനേക്കാളും ഈസിയാണ് റോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു പുൾ ലഗേജ് ഫിറ്റഡ് വിത്ത് റോളേഴ്സ്. അതുകൊണ്ടാണ് ലഗേജ് റോളേഴ്സ് ഉപയോഗിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് വലിക്കാൻ പറ്റുന്നത്. Can you now understand why the wheel is said to be one of the greatest invention of mankind? Okay. Since the rolling friction is smaller than sliding friction. Sliding friction compare ചെയ്യുമ്പോൾ rolling friction കുറവാണ്. Rolling friction എന്ന് പറയുമ്പോൾ സർഫസ് തമ്മിലുള്ള ഇന്റർലോക്കിംഗ് കുറവാണ് when compared to sliding friction. Sliding friction or static friction വെച്ച് നോക്കുമ്പോൾ sliding friction is smaller than static friction. Okay. Sliding is replaced in most machines by rolling by the use of ball bearings. Common examples are the use of ball bearings between the hubs and the axle of ceiling fans and a bicycle. Okay. Look at the activity. Take a few pencils which are cylindrical in shape. Cylindrical shape pencils എടുക്കുക. Place them parallel to each other on a table. ടേബിളിന്റെ മുകളിൽ ഇതുപോലെ parallel ആയിട്ട് വെക്കുക. Place a thick book over it. അതിന്റെ മുകളിൽ ഒരു ബുക്ക് വെക്കുക. Now push the book. പിന്നെ push ചെയ്യുക. You observe the pencils rolling as the book moves. നമുക്കറിയാം ബുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പെൻസിൽസ് എന്താവും റോൾ ചെയ്യും. ഡു യു ഫീൽ ഇറ്റ് ഈസ് ഈസിയർ ടു മൂവ് ദ ബുക്ക് ഇൻ ദിസ് വേ ദാൻ ടു സ്ലൈഡ് ഇറ്റ്? സ്ലൈഡ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് നമുക്ക് എന്താക്കുന്ന സമയത്ത് ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് റോൾ ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ മൂവ് ചെയ്യും മുന്നോട്ടേക്ക്. Do you think that the resistance to the motion of the book has been reduced? ബുക്കിന്റെ മോഷന് റെസിസ്റ്റ് ചെയ്യുന്ന ആ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ റെഡ്യൂസ് ചെയ്തു. Have you seen heavy machinery being moved by placing logs under it? നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പൊ വലിയ വലിയ വെയിറ്റുകൾ എടുക്കുന്ന സമയത്തൊക്കെ മെഷീൻസിലൊക്കെ ഇതുപോലെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ? റോളിംഗ് ഫ്രിക്ഷൻ ആണ് അവിടെ വരുന്നത്. ആ എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ വീൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ക്രെയിനൊക്കെ റോളിംഗ് ഫ്രിക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ. This is the picture of ball bearings reduce friction. Ball bearings ആണ് friction reduce ചെയ്യാൻ വേണ്ടിയിട്ട്. Next, fluid friction. You know that air is very light and thin. നമുക്കറിയാം എയർ എന്ന് പറയുന്നത് ലൈറ്റ് ആണ് അതുപോലെ തിൻ ആണ്. Yet it exerts frictional force on objects moving through it. എയറിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനൊക്കെ അത് frictional force exert ചെയ്യുന്നുണ്ട്. Similarly, water and other liquid exert force of friction when objects move through them. Air മാത്രമല്ല വാട്ടർ അതുപോലെ വേറെ ലിക്വിഡ് frictional force exert ചെയ്യുന്നുണ്ട്. In science, the common name of gases and liquid is fluid. അപ്പം ഗ്യാസസിന്റെയും ലിക്വിഡ്സിന്റെയും കോമൺ നെയിം ആണ് എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലെ? ഗ്യാസസിന്റെയും
ലിക്വിഡ്സും ആണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ഫ്ലോ ചെയ്യുന്നതൊക്കെ ഫ്ലൂയിഡ് ആണ്. ഗ്യാസിന് ഫ്ലോ ചെയ്യാം, ലിക്വിഡിന് ഫ്ലോ ചെയ്യാം. സോ വി ക്യാൻ സേ ദാറ്റ് fluid exert force of friction on object in motion through them. Fluid ഒരു force of friction ഒരു ഒബ്ജക്റ്റില് exert ചെയ്യുന്നുണ്ട്. What is drag? The frictional force exerted by fluid is called a drag. ഒരു fluid exert ചെയ്യുന്ന frictional force ന് പറയുന്ന പേരാണ് drag. The frictional force exerted by fluid is called drag. Okay. Next, the frictional force on an object in a fluid depend on its speed with respect to the fluid. ഒരു ഫ്രിക്ഷണൽ ഒരു ഒബ്ജക്റ്റ് ഫ്ലൂയിഡിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? സ്പീഡ്, ആ ഫ്ലൂയിഡിന്റെ സ്പീഡ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡിന്റെ സ്പീഡിനെ, ഫ്ലൂയിഡിന്റെ നേച്ചറിനെ. ചില ഫ്ലൂയിഡ് ഭയങ്കര തിക്നെസ് ഉണ്ടായിരിക്കും, ചില ഫ്ലൂയിഡ് തിക്നെസ് കുറവായിരിക്കും. Frictional force on an object depend on the speed with respect to the fluid. Frictional force also depend on the shape of the object and nature of the fluid. It is obvious that when objects move through fluid, they have to overcome friction acting on them. ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് അതിലുണ്ടാകുന്ന ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രത്യേക ഷേപ്പ് ആണ്. Its process they lose energy. Efforts are therefore made to minimize friction. So objects are given special shapes. അപ്പൊ ഈ ഫ്ലൂയിഡിലൂടെ ഒക്കെ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിന് സ്പെഷ്യൽ ഷേപ്പ് ഉണ്ട്. അപ്പൊ ഫിഷിനെ ഓർത്ത് നോക്കുക. ഫിഷിന്റെ ഷേപ്പ്, ഫിഷിന് എന്താണ്? ഫിഷിന്റെ ഹെഡും ടെയിൽ പോർഷനും എന്താണ്? കൂർത്ത ഷേപ്പാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലൂയിഡിലൂടെയുള്ള ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. Where do you think scientists get hints for these special shapes? From nature, of course. Birds and fishes have to move about in fluid all the time. അല്ലെ, നമുക്കറിയാം. Their bodies must have evolved to shapes which would make them lose less energy in overcoming friction. അല്ലെങ്കിൽ കൂർത്ത ഷേപ്പ് അല്ലെങ്കിൽ അതെന്താണ്? ഫ്രിക്ഷൻ കാരണം അതിന് ഒരുപാട് എനർജി അതിന്റെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആവുന്ന സമയത്ത് ലെസ് എനർജി ആണ് നഷ്ടപ്പെടുന്നുള്ളൂ in overcoming friction. Okay. You read about these shapes in class 6. 6th standard നമ്മൾ പഠിച്ചിട്ടുണ്ട്. Look carefully at the shape of an aeroplane. Do you find any similarity in its shape and that of bird? ഒരു എയറോപ്ലെയിന്റെ പിക്ചറും ഉണ്ട്, ഒരു ബേർഡിന്റെ പിക്ചറും ഉണ്ട്. അതിന്റെ ബോഡിന്റെ ഷേപ്പ് രണ്ടും ഈക്വൽ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ്? ഈ ഒരു ഷേപ്പ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ to reduce friction or to overcome friction in air. എയറിലുള്ള ഫ്രിക്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. Okay. In fact, all vehicles are designed to have shapes which reduce fluid friction. Okay. Chapter finished. Study well. Thank you.